അല്ലു അർജുനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് തെലങ്കാന പോലീസ്. സന്ധ്യ തിയേറ്ററിലെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. നടന്റെ സുരക്ഷാ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി. സുരക്ഷാ ജീവനക്കാർ മറ്റുള്ളവരെ പിടിച്ചു തള്ളുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക്. മുഹമ്മദ് റഹീസുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, ഈ പുതിയ ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് പുറത്തുവിടുകയാണല്ലോ. ഉന്മേഷ്, തീർച്ചയായിട്ടും അല്ലു അർജുനെ പ്രതിസ്ഥാനത്ത് നിർത്തുക, അത് ഊട്ടിയുറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഹൈദരാബാദ് പോലീസിന്റെ പുതിയ നീക്കം. ഹൈദരാബാദ് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. പോലീസിന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ ഇത്തരത്തിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നീതി ആരുടെ ഭാഗത്താണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ജഡ്ജ് ചെയ്യുക എന്നുള്ളൊരു ആഹ്വാനത്തോടു കൂടി, അത്തരത്തിലൊരു അടിക്കുറിപ്പോടു കൂടിയൊക്കെയാണ് പോലീസ് ഈ ദൃശ്യം പുറത്തുവിട്ടത് വഴി പോലീസ് പ്രധാനമായും ഉന്നമിടുന്നത് അല്ലു അർജുന്റെ ബൗൺസേഴ്സ് അഥവാ ഈ ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ആ തിയേറ്ററിൽ മറ്റുള്ളവരെ പിടിച്ചു തള്ളുന്നതും ഒപ്പം തന്നെ വലിച്ചിഴയ്ക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തെത്തിക്കുക എന്നുള്ളതാണ്. ഈ ബൗൺസേഴ്സ് കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്തില്ല എന്നുള്ളത് ഒരു സൈഡിൽ വ്യക്തമാക്കുമ്പോൾ, മറ്റൊരു വശത്ത് പോലീസ് ഈ ഒരു സംഭവത്തിൽ മരിച്ച രേവതിയെയും ഒപ്പം തന്നെ ഇപ്പോഴും ആശുപത്രിയിൽ കഴിയുന്ന കുട്ടികളെയും ഒക്കെ പുറത്തേക്ക് എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അല്ലു അർജുന്റെ പ്രധാനപ്പെട്ട ഒരു വാദം, താൻ അവിടെ ഒരു റോഡ് ഷോ പോലെയൊന്നും നടത്തിയിട്ടില്ല, വാഹനത്തിൽ നിന്ന് ആളുകളെ കൈകാട്ടിയിട്ട് മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ കുറച്ച് സമയം അവിടെ കാറിന്റെ റൂഫ് ടോപ്പ് തുറന്നുകൊണ്ട് അല്ലു അർജുൻ ആളുകളെ അഭിവാദ്യം ചെയ്യുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും അല്ലു അർജുന്റെ ഭാഗത്തു നിന്നും പിഴവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഉന്മേഷ്, മുഹമ്മദ് റയീസാണ് വിവരങ്ങൾ നൽകിയത്. ഹൈദരാബാദ് സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രതികരണം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ വിഷയത്തിൽ പ്രതികരണത്തിലേക്ക്. अभी ये जो रिसेंट संध्या थिएटर में हुआ था, हम देखे हैं कि 40-50 बाउंसर आकर वो किसी के बारे में नहीं सोचते हैं. वहाँ पुलिस है, पब्लिक है, सबको ढकेल कर बस वीआई के बारे में सोच के गेट खोल देना, पब्लिक जो भी आए अंदर कर ले, उसको उनको कोई उससे मतलब नहीं. उनको एक वीआईपी के से ही मतलब रहता है. तो हम सब बाउंसर्स को कह रहे हैं, उनको वार्निंग दे रहे हैं कि आज से आप ये बदतमीजी से अगर पुलिस ऑफिसर या पुलिस जो भी है ड्यूटी पर, उनसे